മാഗ്നറ്റിസം ആൻഡ് മാറ്റർ എന്ന ചാപ്റ്ററിലെ മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. ഹൗ ക്യാൻ യു കാൽക്കുലേറ്റ് ആംഗിൾ ഓഫ് ഡിപ്പ് ആൻഡ് ഇറ്റ്സ് മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് എ പ്ലേസ് ഫ്രം BH ആൻഡ് BD? ഭൂമിയുടെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് BH ആൻഡ് വെർട്ടിക്കൽ കമ്പോണൻറ്റ് BD ഒരു സ്ഥലത്തെ BHൻ്റെയും BVയുടെയും വാല്യൂവിൽ നിന്ന് എങ്ങനെയാണ് ആ സ്ഥലത്തെ മാഗ്നറ്റിക് ഫീൽഡും അതുപോലെ ആംഗിൾ ഓഫ് ഡിപ്പും കണ്ടുപിടിക്കുന്നത്? നമ്മൾ ആംഗിൾ ഓഫ് ഡിപ്പിൻ്റെയും അതുപോലെ മാഗ്നറ്റിക് ഇൻറ്റൻസിറ്റിയുടെയും റിലേഷൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ടാൻ ഐ എന്നത് ആംഗിൾ ഓഫ് ഡിപ്പിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ലെറ്ററാണ്. ടാൻ ഐ ഈസ് ഈക്വൽ ടു BV/BH. ഇതിൽ നിന്ന് നമുക്ക് ആ സ്ഥലത്തെ ഡിപ്പ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ടാൻ ഐ ഈസ് ഈക്വൽ ടു BV/BH എന്നുള്ള റിലേഷൻ ഉപയോഗിച്ച് നമുക്ക് ഡിപ്പ് കണ്ടുപിടിക്കാം. അതുപോലെ തന്നെ മാഗ്നറ്റിക് ഫീൽഡ് ബിയുടെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് √BH² + BV². ഇതെല്ലാം നമ്മൾ ഓൾറെഡി ആ സെക്ഷനിൽ ഡിസ്കസ് ചെയ്തതാണ്. എർത്തിൻ്റെ കമ്പോണൻസ് പറഞ്ഞ സമയത്ത് ഡിപ്പ്, ഇൻക്ലിനേഷൻ, ഹൊറിസോണ്ടൽ ഇൻറ്റൻസിറ്റി മുതലായവയൊക്കെ കണ്ടുപിടിക്കുന്നത് എങ്ങനെയെന്ന് നമ്മൾ ആ സെക്ഷനിൽ ഡിസ്കസ് ചെയ്തതാണ്. ടാൻ ഐ ഈസ് ഈക്വൽ ടു BV/BH ആൻഡ് B ഈസ് ഈക്വൽ ടു √BH² + BV². Property of a substance which shows how easily a substance can be magnetized. ഒരു സബ്സ്റ്റൻസ് തന്നിരിക്കുന്നത്, അതായത് ഗിവൺ സബ്സ്റ്റൻസ് എങ്ങനെ നമുക്ക് ഈ ഈസി ആയിട്ട് മാഗ്നറ്റൈസ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കുന്ന ആ വസ്തുവിൻ്റെ പ്രോപ്പർട്ടിക്ക് പറയുന്ന പേരെന്താണ്? അല്ലെങ്കിൽ ഒരു മെറ്റീരിയലിൻ്റെ മാഗ്നറ്റൈസേഷൻ്റെ ഡിഗ്രി എക്സ്പ്രസ് ചെയ്യുന്ന ടേം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി, ഒരു മെറ്റീരിയലിനെ എത്ര എളുപ്പത്തിൽ മാഗ്നറ്റൈസ് ചെയ്യാം എന്ന് സൂചിപ്പിക്കുന്ന പദം മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റിയാണ്. വാട്ട് ഈസ് ദ ഷേപ്പ് ഓഫ് ലൈൻസ് ഓഫ് ഫോഴ്സ് ഇൻ എ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ്? ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൽ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സിൻ്റെ ഷേപ്പ് എന്തായിരിക്കും എന്നാണ്. ഇവിടെ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് നോക്കുക. നോർത്ത് പോളിനും സൗത്ത് പോളിനും, അതായത് നമുക്കിടയിൽ അനുഭവപ്പെടുന്ന ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ആണെങ്കിൽ അത് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. സ്ട്രെയിറ്റ് ലൈൻ സ്റ്റാർട്ടിങ് ഫ്രം നോർത്ത് പോൾ ടു സൗത്ത് പോൾ, അതിൻ്റെ ഡയറക്ഷൻ നോർത്ത് പോളിൽ നിന്ന് സൗത്ത് പോളിലേക്ക് ആയിരിക്കും. അപ്പം സ്ട്രെയിറ്റ് ലൈൻസ് originates from north pole and terminates at south pole. നോൺ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ആണെങ്കിൽ നമ്മൾ പറഞ്ഞു ഇത് കേർവ്ഡ് ആയിരിക്കും. Why is soft iron preferred for making electromagnets? ഇലക്ട്രോമാഗ്നറ്റ്സ് നിർമ്മിക്കാൻ നമ്മൾ സോഫ്റ്റ് അയൺ ആണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ കാരണം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ സോഫ്റ്റ് അയണിൻ്റെ ഹൈ മാഗ്നറ്റിക് പെർമിയബിലിറ്റി മൂലം ഇറ്റ് ക്യാൻ ബി ഈസിലി മാഗ്നറ്റൈസ്ഡ് ആൻഡ് ഡീമാഗ്നറ്റൈസ്. പെർമിയബിലിറ്റി വളരെ കൂടുതലാണ്, അതുകൊണ്ട് എളുപ്പത്തിൽ മാഗ്നറ്റൈസ് ചെയ്യാനും അതുപോലെ ഡീമാഗ്നറ്റൈസ് ചെയ്യാനും സോഫ്റ്റ് അയണിന് സാധിക്കും. സോ ഇറ്റ് മേക്സ് എ സ്ട്രോങ് മാഗ്നറ്റ് വെൻ കറണ്ട് ഫ്ലോസ് ത്രൂ എ സോളിനോയിഡ്. അപ്പം ഒരു കറണ്ട് കടന്നു പോകുന്ന സമയത്ത് ഒരു സ്ട്രോങ് മാഗ്നറ്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സോഫ്റ്റ് അയൺ ഉപയോഗിച്ച് പറ്റും. അതുപോലെ തന്നെ കറണ്ട് എപ്പോൾ ഇല്ലാതാകുന്നു ആ സമയത്ത് അതിനെ പൂർണ്ണമായിട്ടും ഡീമാഗ്നറ്റൈസ് ചെയ്യാനും നമുക്ക് സാധിക്കും. അപ്പോൾ ഇതാണ് സോഫ്റ്റ് അയൺ ഉപയോഗിക്കാനുള്ള കാരണം. മാഗ്നറ്റിക് പെർമിയബിലിറ്റി ഹൈ ആണ്, അതുമൂലം എളുപ്പത്തിൽ നമുക്ക് മാഗ്നറ്റൈസ് ചെയ്യാൻ പറ്റും, അതുപോലെ ഡീമാഗ്നറ്റൈസ് ചെയ്യാനും സാധിക്കും. അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകത പറഞ്ഞിട്ടുണ്ട്, സോഫ്റ്റ് അയൺ ഇൻറ്റൻസിഫൈസ് ദ മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് സോളിനോയിഡ് സോ ഇറ്റ് ഹെൽപ്സ് മേക്കിംഗ് എ സ്ട്രോങ്. അതായത് കൊടുക്കുന്ന മാഗ്നറ്റിക് ഫീൽഡിനെ ഇൻറ്റൻസിഫൈ ചെയ്യാൻ സാധിക്കുന്നു. അതിൻ്റെ ഫലമായിട്ട് സ്ട്രോങ് മാഗ്നറ്റുകൾ ഉണ്ടാകാനായിട്ട് സോഫ്റ്റ് അയൺ നമുക്ക് സഹായിക്കും. അപ്പം രണ്ട് കാരണങ്ങളാണ്. എളുപ്പത്തിൽ മാഗ്നറ്റൈസ് ചെയ്യാനും ഡീമാഗ്നറ്റൈസ് ചെയ്യാനും സാധിക്കുന്നു, അതിൻ്റെ മാഗ്നറ്റിക് പെർമിയബിലിറ്റി ഹൈ ആയതുകൊണ്ടാണ്. അതുപോലെ തന്നെ മാഗ്നറ്റിക് ഫീൽഡിനെ ഇൻറ്റൻസിഫൈ ചെയ്യാനും സോഫ്റ്റ് അയണിന് സാധിക്കുന്നു, അതുകൊണ്ട് സ്ട്രോങ് മാഗ്നറ്റ്സ് നിർമ്മിക്കാൻ സഹായിക്കും. Suggest a method used to shield certain region of space from magnetic field. മാഗ്നറ്റിക് ഫീൽഡിൽ നിന്ന് ഒരു പർട്ടിക്കുലർ റീജിയനെ നമുക്ക് ഷീൽഡ് ചെയ്യണം. അങ്ങനെയെങ്കിൽ നമ്മൾ അതിന് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് സറൗണ്ടിങ് ദ റീജിയൻ ബൈ സോഫ്റ്റ് അയൺ റിങ്സ്. സോഫ്റ്റ് അയൺ റിങ്സ് ഉപയോഗിച്ച് നമുക്ക് ആ റീജിയനെ നമുക്ക് കവർ ചെയ്താൽ മതിയാവും. സോഫ്റ്റ് അയണിൻ്റെ റിങ്ങുകൾ ഉപയോഗിച്ച് നമുക്ക് എവിടെയാണോ ഷീൽഡ് ചെയ്യേണ്ടത് ആ ഭാഗത്തെ നമ്മൾ കവർ ചെയ്യുന്നു.
If nickel is heated beyond Curie temperature, it becomes nickel. Curie temperature കൂടുതലായിട്ട് ഹീറ്റ് ചെയ്താൽ എന്തായിട്ട് മാറും? അതൊരു പാരാമാഗ്നറ്റിക് ആയിട്ട് മാറും. നമ്മൾ പഠിച്ചിട്ടുണ്ട് എബോവ് ക്യൂരീസ് ടെമ്പറേച്ചർ ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽ ബിക്കംസ് പാരാമാഗ്നറ്റിക്. അതായത് നിക്കൽ എന്ന് പറയുന്ന ഒരു ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയലാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയലിനെ ക്യൂരി ടെമ്പറേച്ചറിനെക്കാളും എബോവ് ആയിട്ട് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് പാരാമാഗ്നറ്റിക് ആയിട്ട് മാറുന്നു. A magnetic needle placed in a non-uniform magnetic field experience. ഒരു നോൺ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൽ മാഗ്നറ്റിക് നീഡിൽ വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൽ ഒരു ഫോഴ്സും ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. മാഗ്നറ്റിക് നീഡിലിൽ എക്സ്പീരിയൻസ് എ ഫോഴ്സ് ആൻഡ് എ ടോർക്ക്. Do magnetic monopoles exist? Why? മാഗ്നറ്റിക് മോണോപോൾസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ? അതിൻ്റെ കാരണം എന്താണ്? നമ്മൾ പഠിച്ചായിരുന്നു മോണോപോൾസ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് തന്നെ പഠിച്ചിരിക്കുന്നത്. അതിൻ്റെ കാരണമാണ് ഇവിടെ നമ്മൾ പറയുന്നത്. മാഗ്നറ്റിക് മോണോപോൾസ് ഡു നോട്ട് എക്സിസ്റ്റ് ഇഫ് വി ബ്രേക്ക് എ മാഗ്നറ്റ് ലോഞ്ചിറ്റ്യൂഡിനലി ഓർ ട്രാൻസ്വേഴ്സലി ഇൻ ടു പീസസ് വി ഗെറ്റ് ടു മാഗ്നറ്റ്സ്. ഇത് നമ്മൾ കഴിഞ്ഞ സെക്ഷനിൽ പഠിച്ചതാണ്. ഒരു മാഗ്നറ്റിനെ മാഗ്നറ്റിനെ നമുക്ക് രണ്ട് രീതിയിൽ ബ്രേക്ക് ചെയ്യാം. ലോഞ്ചിറ്റ്യൂഡിനലായിട്ട് ബ്രേക്ക് ചെയ്യാം, ട്രാൻസ്വേഴ്സലായിട്ട് ബ്രേക്ക് ചെയ്യാം. ഇങ്ങനെ നമ്മൾ എങ്ങനെ കട്ട് ചെയ്താലും നമുക്ക് ലഭിക്കുന്നത് രണ്ട് മാഗ്നറ്റുകളായിരിക്കും. ഒരിക്കലും ഒരു പോൾസ് നോർത്ത് പോൾ തന്നെയോ ഒരു സൗത്ത് പോൾ തന്നെയോ നമുക്ക് ലഭിക്കുന്നില്ല. നമുക്ക് കട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ എത്ര പീസാണോ അത്രയും പീസുകൾ മാഗ്നറ്റായിട്ട് തന്നെയായിരിക്കും ആക്ട് ചെയ്യുന്നത്. അക്കോർഡിംഗ് ടു ഗോസ് ലോ ഇൻ മാഗ്നറ്റിസം വി ഹാവ് ക്ലോസ്ഡ് ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എസ് ഈസ് ഈക്വൽ ടു 0. മാഗ്നറ്റ് അല്ലെ ഗോസ് തിയറം അനുസരിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട് ക്ലോസ് ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എസ് ഇസ് ഈക്വൽ ടു 0. The right hand side of the equation is 0 because there is no magnetic monopoles. മാഗ്നറ്റിക് മോണോപോൾസ് എക്സിസ്റ്റ് ചെയ്യുന്നില്ലാത്തതുകൊണ്ടാണ് ഇതിൻ്റെ റൈറ്റ് സൈഡ് നമുക്ക് ഈ 0 ആയിട്ട് ലഭിക്കുന്നത്. അപ്പോൾ മോണോപോൾസ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. കാരണം എന്താണ്? നമുക്ക് കിട്ടുന്ന മാഗ്നറ്റ് കട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന മാഗ്നറ്റിന് രണ്ട് പോൾസ് ഉണ്ടായിരിക്കും. അതൊരു പൂർണ്ണമായിട്ടൊരു മാഗ്നറ്റായിട്ട്, അതായത് നോർത്ത് പോളും സൗത്ത് പോളിൻ്റെ ഒരു പെയർ ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. ഒരിക്കലും മോണോപോൾസ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. രണ്ടാമത് അതിൻ്റെ കാരണം പറയുന്നതാണ് ഗോസ് ലോ ഇൻ മാഗ്നറ്റിസത്തിൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ക്ലോസ് ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എസ് ഇസ് ഈക്വൽ ടു 0 ആണ്. അതായത് റൈറ്റ് ഹാൻഡ് സൈഡ് 0 ആയിരിക്കുന്നതിൻ്റെ കാരണം മാഗ്നറ്റിക് മോണോപോൾസ് എക്സിസ്റ്റ് ചെയ്യുന്നില്ലാത്തതിനാലാണ്. What quantities of a material is known from hysteresis curve? നമ്മൾ പഠിച്ചു ഹിസ്റ്റീരിയസിസ് കർവ് എന്നാണെന്ന് പറഞ്ഞായിരുന്നു. അതിൽ നാം മനസ്സിലാക്കുന്ന എന്തൊക്കെ കാര്യങ്ങളാണ് ആ കർവിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്, അല്ലെങ്കിൽ ഒരു കർവ് കണ്ടു കഴിഞ്ഞാൽ ഹിസ്റ്റീരിയസിസ് കർവ് കണ്ടു കഴിഞ്ഞാൽ ആ മെറ്റീരിയലിൻ്റെ എന്തൊക്കെ പ്രോപ്പർട്ടീസ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. Study of hysteresis curve of a specimen shows whether it is suitable for a particular application or not. നമുക്ക് ഒരു പർട്ടിക്കുലർ ആപ്ലിക്കേഷന് ഈ മെറ്റീരിയൽ യൂസ് ചെയ്യാൻ സാധിക്കുമോ ഇല്ലയോ എന്ന് ഹിസ്റ്റീരിയസിസ് ലൂപ്പ് ഉപയോഗിച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. Helps to select materials used for making core of transformers, electromagnets, permanent magnets, etc. അപ്പോൾ ഇവ ഉപയോഗിച്ച് ട്രാൻസ്ഫോമർ, ഇലക്ട്രോമാഗ്നറ്റ്, പെർമനന്റ് മാഗ്നറ്റ് മുതലായവ നിർമ്മിക്കാൻ ഈ മെറ്റീരിയലിനെ സെലക്ട് ഈ പറഞ്ഞ ഏതെങ്കിലും ഉപയോഗത്തിന് വേണ്ടി മെറ്റീരിയൽസിനെ സെലക്ട് ചെയ്യാനായിട്ട് ഈ ഹിസ്റ്റീരിയസിസ് കർവ് നോക്കിയാൽ മതിയാവും. Draw a hysteresis loop of soft iron and steel. What information is given from it? ഇപ്പോൾ പറഞ്ഞ ക്വസ്റ്റ്യൻ്റെ ഒരു തുടർച്ചയാണിത്. ഒരു സോഫ്റ്റ് അയണിൻ്റെയും സ്റ്റീലിൻ്റെയും ഹിസ്റ്റീരിയസിസ് ലൂപ്പ് തന്നിരിക്കുന്നു. ഇതിൽ നിന്ന് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നോക്കാം, ഒരേ ഗ്രാഫിൽ തന്നെ രണ്ട് മെറ്റീരിയൽസിൻ്റെയും ഹിസ്റ്റീരിയസിസ് ലൂപ്പ് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുകയാണ്. ബ്ലൂ കളറിൽ നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത് സ്റ്റീലാണ്, റെഡ് കളറിലുള്ളത് സോഫ്റ്റ് അയണാണ്. ഇനി ഇവിടെ നോക്കുക, ഇവിടെ ഏരിയ കൂടുതലുള്ളത് ഹിസ്റ്റീരിയസിസ് ലൂപ്പ് വളരെ വിട്ട് കൂടി വന്നിരിക്കുന്നത് സ്റ്റീലിനാണ്. അതുപോലെ ഇതിൻ്റെ സോഫ്റ്റ് അയണിൻ്റെ അത് വളരെ നാരോയാണ്. ഇനി ഇതിൽ നിന്ന് രണ്ട് കാര്യങ്ങളൂടെ നമുക്ക് മനസ്സിലാക്കുന്നുണ്ട്. റീറ്റൻറ്റിവിറ്റി ഓഫ് സോഫ്റ്റ് അയൺ ഈസ് ഗ്രേറ്റർ ദാൻ റീറ്റൻറ്റിവിറ്റി ഓഫ് സ്റ്റീൽ. ഇവിടെ നോക്കുക, റീറ്റൻറ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞിരുന്നു എന്താണ്, ഈ ഡിസ്റ്റൻസ് ആണ് റീറ്റൻറ്റിവിറ്റി എന്ന് പറയുന്നത്. അതായത് നമ്മൾ മെറ്റീരിയൽ, അതായത് എച്ചിൻ്റെ വാല്യൂ 0 ആകുമ്പോഴും ബിക്കുള്ള വാല്യൂ, അതാണ് റീറ്റൻറ്റിവിറ്റി എന്ന് നമ്മൾ പറയുന്നത്. റീറ്റൻറ്റിവിറ്റി ഓഫ് സോഫ്റ്റ് അയൺ ഈസ് ഗ്രേറ്റർ ദാൻ റീറ്റൻറ്റിവിറ്റി ഓഫ് സ്റ്റീൽ. നോക്കുക, അവിടെ സ്റ്റീലിൻ്റെ റീറ്റൻറ്റിവിറ്റി, ഇതാണ് റീറ്റൻറ്റിവിറ്റി സ്റ്റീലിൻ്റേത്, അത് കുറവാണ്. എന്നാൽ സോഫ്റ്റ് അയണിൻ്റെ റീറ്റൻറ്റിവിറ്റി കൂടുതലാണ്. അപ്പോൾ പറഞ്ഞിരിക്കുന്നതാണ് റീറ്റൻറ്റിവിറ്റി ഓഫ് സോഫ്റ്റ് അയൺ ഈസ് ഗ്രേറ്റർ ദാൻ റീറ്റൻറ്റിവിറ്റി ഓഫ്
steel. So soft iron is more strongly magnetized than steel. അപ്പോൾ റേറ്റൻറ്റിവിറ്റി കൂടുതലുള്ള മെറ്റീരിയലിനെ നമുക്ക് കൂടുതലായിട്ട് മാഗ്നറ്റൈസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ സോഫ്റ്റ് അയൺ ഈസ് മോർ സ്ട്രോങ്ലി മാഗ്നറ്റൈസ്ഡ് ദാൻ സ്റ്റീൽ. റേറ്റൻറ്റിവിറ്റി കൂടിയ മെറ്റീരിയലിനെ കൂടുതൽ സ്ട്രോങ് ആയിട്ട് നമുക്ക് മാഗ്നറ്റൈസ് ചെയ്യാൻ സാധിക്കും. ഇനി രണ്ടാമത്തെ കോഎസിവിറ്റി ഓഫ് സോഫ്റ്റ് അയൺ ഈസ് സ്മോളർ ദാൻ കോഎസിവിറ്റി ഓഫ് സ്റ്റീൽ. സോഫ്റ്റ് അയണിൻ്റെ കോഎസിവിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഡിസ്റ്റൻസ് ആണ് നോക്കുക. സോഫ്റ്റ് അയണിൻ്റെ കോഎസിവിറ്റി എന്ന് പറയുന്നത് കുറവാണ്, എന്നാൽ സ്റ്റീലിൻ്റെ കോഎസിവിറ്റി എന്ന് പറയുന്നത് കൂടുതലാണ്. കോഎസിവിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു മാഗ്നറ്റിസം അതിന് റീറ്റെയിൻ ചെയ്യാനുള്ള കഴിവ് എന്ന് പറഞ്ഞാൽ അതിനെ മാഗ്നറ്റിസം നിലനിർത്താനുള്ള കഴിവ് ഏറ്റവും കൂടുതലുള്ളത് ഏതിനായിരിക്കും? സോഫ്റ്റ് അയൺ ലോസസ് ഇസ് മാഗ്നറ്റിസം മോർ റാപ്പിഡ്ലി ദാൻ സ്റ്റീൽ. ഇപ്പോൾ സ്റ്റീലിന് അത് കുറച്ചു നേരം കൂടി റീറ്റെയിൻ ചെയ്യാനുള്ള കഴിവുണ്ട്, എന്നാൽ സോഫ്റ്റ് അയണിന് എളുപ്പത്തിൽ തന്നെ അത് നഷ്ടപ്പെട്ടു പോകും. അപ്പം കിട്ടുന്ന മാഗ്നറ്റിസം നിലനിർത്താനുള്ള കഴിവ് സ്റ്റീലിന് കൂടുതലാണ്, എന്നാൽ സോഫ്റ്റ് അയണിന് അത് എളുപ്പത്തിൽ നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ ഇതാണ് ഈ ഗ്രാഫിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. റേറ്റൻറ്റിവിറ്റി കൂടുതലുള്ള മെറ്റീരിയൽ ഏതാണെന്ന് നോക്കുക, അതിനെ എളുപ്പത്തിൽ നമുക്ക് മാഗ്നറ്റൈസ് ചെയ്യാൻ പറ്റും, സ്ട്രോങ് ആയിട്ട് മാഗ്നറ്റൈസ് ചെയ്യാൻ സാധിക്കും. എന്നാൽ കോഎസിവിറ്റി കൂടിയ മെറ്റീരിയലിന് ആ കിട്ടിയ മാഗ്നറ്റിസം നിലനിർത്താനുള്ള കഴിവ് കൂടുതൽ കാണും. ഈ ഇൻഫർമേഷൻസ് ആണ് നമുക്ക് ഹിസ്റ്റീരിസിസ് ലൂപ്പിൽ നിന്ന് നമുക്ക് മനസ്സിലാകും. What happens if an iron bar magnet is melted? ഒരു അയൺ ബാർ മാഗ്നറ്റ് നമുക്ക് തന്നിരിക്കുന്നു, അതിനെ നമ്മൾ മെൽറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഡസ് ഇറ്റ് റിറ്റെയിൻ ഇറ്റ്സ് മാഗ്നറ്റിസം? അതിൻ്റെ മാഗ്നറ്റിസം അതിന് നിലനിർത്താൻ കഴിയുമോ അല്ലെങ്കിൽ വീണ്ടെടുക്കാൻ കഴിയുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അയൺ ബാർ മാഗ്നറ്റ് മെൽറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മാഗ്നറ്റിസത്തിന് എന്ത് സംഭവിക്കും? അയൺ ഇൻ ദ മോൾട്ടൺ സ്റ്റേറ്റ് ഈസ് നോട്ട് ഫെറോമാഗ്നറ്റിക്, സോ ഇറ്റ് ലോസസ് ഇറ്റ്സ് മാഗ്നറ്റിസം. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ടെമ്പറേച്ചർ കൂടുമ്പോൾ ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ പാരാമാഗ്നറ്റിക് ആയിട്ട് മാറുന്നു. അപ്പോൾ ഇവിടെ മെൽറ്റ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? അത് ഒരു ഫെറോമാഗ്നറ്റിക് പ്രോപ്പർട്ടി നഷ്ടപ്പെടുകയും അതിൻ്റെ ഫലമായിട്ട് അയൺ ബാർ മാഗ്നറ്റിൻ്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി മാഗ്നറ്റിസം നഷ്ടപ്പെടുകയും ചെയ്യും. വാട്ട് ഈസ് ദ കോസ് ഓഫ് മാഗ്നറ്റിസം ഓഫ് മെറ്റീരിയൽസ്? മെറ്റീരിയൽസിൻ്റെ മാഗ്നറ്റിസത്തിന് കാരണമാകുന്നു എന്താണ്? എന്ത് കാരണം കൊണ്ടാണ് വസ്തുക്കൾക്ക് മാഗ്നറ്റിസം ലഭിക്കുന്നത് എന്നാണ് ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. മാഗ്നറ്റിസം ഓഫ് മെറ്റീരിയൽസ് ഈസ് ഡ്യൂ ടു ദ ഓർബിറ്റൽ ആൻഡ് സ്പിൻ മോഷൻ ഓഫ് ഇലക്ട്രോൺസ്. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഓർബിറ്റൽ മോഷൻ എന്താണ്, സ്പിൻ മോഷൻ എന്താണെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. മാഗ്നറ്റിസം ഓഫ് മെറ്റീരിയൽസ് ഈസ് ഡ്യൂ ടു ദ ഓർബിറ്റൽ ആൻഡ് സ്പിൻ മോഷൻ ഓഫ് ഇലക്ട്രോൺസ്. അപ്പം ഇലക്ട്രോണുകളുടെ ഓർബിറ്റൽ ആൻഡ് സ്പിൻ മോഷൻ മൂലമാണ് വസ്തുക്കൾക്ക് മാഗ്നറ്റിസം ലഭിക്കുന്നത്. മോഡൽ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു പാർട്ട് കൂടി ഉണ്ട്, അത് കഴിഞ്ഞാൽ മാത്രമേ മോഡൽ ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ആവുകയുള്ളൂ. വീഡിയോയുടെ ലെങ്ത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ക്വസ്റ്റ്യനുകളുടെ എണ്ണം കുറയ്ക്കുന്നത്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.